അതുപോലെയാണ് ഓൾഡ് ഏജ് ആയ മനുഷ്യർ, വാർദ്ധക്യം ബാധിച്ചവർ. ഈ സമൂഹം കൂടുതലായിട്ട് വാർദ്ധക്യത്തിൻ്റെ വിഷയത്തെ നേരിടുകയാണ്. ഇപ്പോൾ മനുഷ്യായുസിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുകയാണ് ഇവിടെ. നല്ല കാര്യമാണത്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ലേഖണി ഓഫ് ദ ഓൾഡ് എന്ന് പറയുന്ന കാര്യം, ശാരീരിക ദൗർബല്യങ്ങൾ, ഒറ്റപ്പെടലുകൾ, മാനസികാഘാതങ്ങൾ തുടങ്ങി ഓൾഡ് ഏജ് എന്ന അവസ്ഥ നേരിടുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായ ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയെപ്പറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതില്ല. വാർദ്ധക്യം ബാധിച്ചവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളുടെ ഒരു വാക്കുപോലും പറയാത്ത ഈ ബജറ്റ് അവരെയും കബളിപ്പിച്ചിരിക്കുന്നു, യുവാക്കളെ കബളിപ്പിക്കുന്നു ആ ഗവൺമെന്റ്. അതുപോലെ തന്നെ വൃദ്ധരെയും കബളിപ്പിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് പേരുണ്ട് പ്രവാസികൾ. അവരുടെ മടങ്ങിവരവിൻ്റെ കാലമാണത്. ആ പ്രവാസികൾക്ക് അവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സംരക്ഷണം വേണം, തിരിച്ചു വന്നാൽ ജീവിക്കൽ കൈത്താങ്ങ് വേണം. അതുകൊണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ബജറ്റ് എന്തെങ്കിലും പറയുമോ എന്നറിയാൻ നമ്മൾ കാത്തിരുന്നു. ബജറ്റ് അവിടെയും മൗനമാണ്. എന്ത് ബജറ്റാണിത്? എന്ത് ബജറ്റാണ്? എല്ലാവരുടെയും കണ്ണിൽ പിടിയിടാൻ വേണ്ടി ഓരോ പേര് പറയുന്നുണ്ട്, ഓരോ പേര് പറയും. ശരിക്കും പറഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് വൻകിടക്കാരെയും കോർപ്പറേറ്റ് ചൂഷകരെയും മാത്രം കാത്തുരക്ഷിച്ച ഒരു ഗവൺമെന്റിന്റെ ധനമന്ത്രി, ഒരു പ്രധാനമന്ത്രിയുടെ അതേ വഴിക്ക് പോകുന്ന ധനകാര്യമന്ത്രി മുംബൈ ഗമിക്കുന്ന ഗോവിന്ദന്റെ പെമ്പയെ ഗമിക്കുകയാണ് ഇപ്പോൾ ബജറ്റിലൂടെ. എല്ലാം കാപട്യം നിറഞ്ഞ കപട പ്രഖ്യാപനങ്ങൾ മാത്രം. ഇവിടെ എയിംസിനെ പറ്റി നമ്മൾ ഏറെക്കാലം കേട്ടു. ഒരു മന്ത്രി നടന്നു പറഞ്ഞു എയിംസ് അവിടെയാണ് ഇവിടെയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞു. വേറൊരു മന്ത്രി വേറൊന്ന് പറഞ്ഞു. തൃശ്ശൂരാണോ കോഴിക്കോടാണോ ആലപ്പുഴയാണോ എന്ന് നമുക്കറിയില്ല. തൃശ്ശൂർ MP ആയിട്ട് മന്ത്രി പറഞ്ഞു അവിടെയല്ല വരേണ്ടത് ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം വിചിത്രമാണത്. വിജയം തന്നെ കുറുക്ക് വഴിയാക്കി മാറ്റിയ ഒരു MP, വളഞ്ഞ വഴിയെ ഇല്ലാത്ത ആൾക്കാരെ വോട്ടർമാരാക്കി മാറ്റി ജയിച്ചൊരു മന്ത്രി, MP ആയി പിന്നെ മന്ത്രിയായ മന്ത്രി, ആ മന്ത്രിക്ക് വ്യക്തതയില്ല. സ്വന്തം നിയോജകമണ്ഡലമായിട്ടുള്ള തൃശ്ശൂരാണോ എയിംസ് വരേണ്ടത്, അതോ എന്തോ കാരണത്താൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി കൂടിയ ആലപ്പുഴയാണോ വേണ്ടത്? അത് ആദ്യകാലം തന്നെ പറഞ്ഞു കേട്ടുപോകുന്ന ഇവിടെ സർക്കാർ ഇവിടെ സ്ഥലവുമായി കാത്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് കോഴിക്കോട് എത്രയോ കാലമായിട്ട് എയിംസ് ആരംഭിക്കാൻ വേണ്ടതിനുള്ള സ്ഥലം ഇവിടെ കൊടുക്കാൻ തയ്യാറാണ് ഗവൺമെന്റ്. ആ കോഴിക്കോടിന്റെ പാടെ മറക്കുകയാണ്. കോഴിക്കോടിനെയും കബളിപ്പിച്ചു, തൃശ്ശൂരിനെ കബളിപ്പിച്ചു, ആലപ്പുഴയെ കബളിപ്പിച്ചു, എല്ലാവരെയും കുളിപ്പിച്ച് കിടത്തി BJP ഗവൺമെന്റ്. എല്ലായിടത്തും പറഞ്ഞു എയിംസ് എന്ന് പറഞ്ഞു. എന്ത് നാടകമാണിത്? നിനക്കും എയിംസ്. പക്ഷെ എയിംസ് എവിടെ? അതിപ്പോ തരാമെന്ന് പറഞ്ഞിരുന്നു ബജറ്റ് വരുമ്പോഴത്തേക്കും. അതവിടെ പോയെന്ന് ആർക്കും അറിയില്ല. GSTയുടെ വിഹിതത്തെപ്പറ്റി നമ്മൾ ഏറെ കാലമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണ്. GST വന്നപ്പോൾ നഷ്ടം ചുമക്കേണ്ടി വന്ന സംസ്ഥാനമാണ് കേരളം. അന്ന് ഗവൺമെന്റ് പറഞ്ഞു ആ നഷ്ടം നികത്തപ്പെടും. GST നഷ്ടത്തിന്റെ ഭാഗം അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നത് പറഞ്ഞ് ഗവൺമെന്റ് ഇപ്പോൾ ആ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല കേന്ദ്ര ബജറ്റ്. ജലപാത വികസനത്തെപ്പറ്റി നമ്മൾ കാത്തിരിക്കുകയാണ്. തെക്ക് നിന്ന് വടക്കോട്ട്, വടക്ക് നിന്ന് തെക്കോട്ട് ജലപാത ഉണ്ട് ഇവിടെ. ആ ജലപാത വികസിപ്പിച്ചാൽ കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ, തെക്കേ ഇന്ത്യയുടെ തന്നെ തലമേഖലയിൽ ഒൻപിച്ച് കുതിച്ചുചാട്ടമുണ്ടാകും. യാത്ര, ടൂറിസം മാത്രമല്ല, ചരക്കു നീക്കം വേഗത്തിലാകും. ഇത് കൂടുതൽ സൗഹൃദപരമാകും പരിസ്ഥിതിയോട്. അങ്ങനെല്ലാം
ഉള്ള കാരണത്താൽ ജലപാത വികസനത്തിന് വേണ്ടി നമ്മൾ ആറ്റുനോട്ട് കാത്തിരുന്നു. പക്ഷേ ബജറ്റ് മൂലം പാലിച്ചു. ബജറ്റിൽ പറയുന്നുണ്ടത്രേ ഒരു സിറ്റി ഇക്കണോമിക് റീജിയൻസിന്റെ വാഗ്ദാനമുണ്ട്. സിറ്റി ഇക്കണോമിക് റീജിയൻസ്, അതിന് ടയർ 1, 2, 3 എന്നൊരു നിർദ്ദേശവുമുണ്ടത്രേ. ഞാൻ മുഴുവൻ പഠിച്ചു പറയുകയില്ല, ഓടിച്ചു ചെയ്യാൻ നോക്കിയത് കണ്ടതാണ്. എന്താണ് സിറ്റി ഇക്കണോമിക് റീജിയൻസിന്റെ ടയർ 1, ടയർ 2, ടയർ 3 എന്ന വ്യക്തതയില്ലെങ്കിൽ പോലും ആ സംരംഭത്തിന്റെ എവിടെയും കേരളമില്ല. ഇവിടെ വികസിക്കാൻ പറ്റിയ സിറ്റികളില്ലേ, റീജിയൻസ് ഇല്ലേ? ഈ ടയർ 1, 2, 3 ആക്കാൻ പറ്റിയിടങ്ങൾ ഇവിടെ ഇല്ലേ? പക്ഷെ നമ്മുടെ പേര് അവിടെയും ഇല്ല.